എല്ലാ പത്രമാധ്യമ പ്രവർത്തകർക്കും മാനവ ഐക്യവേദിയുടെ ഈ പ്രസ് കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് മാനവ ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് റിച്ചാറ്റുകുളം ശശികുമാറാണ്. രണ്ടാമതായിട്ട് പങ്കെടുക്കുന്നത് മാനവ ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് ആർ നായരാണ്. കൂടാണ്ട് മാനവ ഐക്യവേദിയുടെ ലീഗൽ അഡ്വൈസറും ഈ മാനവ ഐക്യവേദിക്ക് വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിലും അതേമാതിരി ഉള്ള കോടതികളിലെല്ലാം നിയമപരമായിട്ടുള്ള കേസുകൾ നടത്തുന്ന അഡ്വക്കേറ്റ് പ്രസന്നകുമാർ സാറുമാണ്. ആദ്യമായിട്ട് ഈ മാനവ ഐക്യവേദിയുടെ കാര്യങ്ങളൊന്ന് അറിവിലേക്കായിട്ട് പരിചയപ്പെടുത്താം. 1984 NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആരാധ്യനായ ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെയും ബ്രാഹ്മണ സഭയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന ടി കൃഷ്ണയ്യരുടെയും നേതൃത്വത്തിൽ അവശ മുന്നോക്ക സംഘം, അതിലൊരു പ്രാധാന്യമുള്ളത് അവശ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിലാണ് മുന്നോക്കം എന്നുള്ളത്, അങ്ങനെ ഒരു സംഘം രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രവർത്തിച്ചു വരുന്ന മാനവ ഐക്യവേദിയുടെ തുടക്കം. ആ മാനവ ഐക്യവേദിയുടെ തുടക്കമെന്ന് പറയുമ്പോൾ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമൂഹത്തിലെ സാമൂഹിക തുല്യനീതി, അവസര സമത്വം എന്നിവ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 1984 രൂപീകൃതമായ അവശ മുന്നോക്ക സംഘം ധാരാളം പ്രവർത്തനങ്ങൾ ആ കാലയളവിൽ നടത്തുകയും അവശ മുന്നോക്ക സംഘം 84 തന്നെ പിന്നോക്ക വിഭാഗത്തിൽ 15% സംവരണം അനുവദിച്ചു കിട്ടാനുള്ള ആവശ്യങ്ങളും പരാതികളും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും